വമ്പൻ ഹൈപ്പിൽ വന്നിട്ട് അതിനോട് വേണ്ട രീതിയിൽ നീതി പുലർത്താതെ പോകുന്ന ചില സിനിമകളൊക്കെ ഇറങ്ങാറുണ്ട്. അത്തരത്തിലൊരു ഫുട്ബോൾ ടൂർണമെന്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? പറഞ്ഞു വരുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിനെ പറ്റി തന്നെയാണ്. വലിയ ഹൈപ്പിലായിരുന്നു ഈ ടൂർണമെന്റിനെ ഫിഫ അവതരിപ്പിച്ചത്. പക്ഷെ ഇപ്പൊ മത്സരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹൈപ്പിനോട് ഒട്ടും നീതി പുലർത്താത്ത ഒരു ടൂർണമെന്റ് ആയിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, കുറച്ചു കാലം മുമ്പാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിനെ ഒരു പരിഷ്കരിച്ച രൂപത്തിൽ അവതരിപ്പിച്ചത്. മുമ്പൊക്കെ ഓരോ വൻകരയിൽ നിന്നും ഒരു ടീം പങ്കെടുത്ത് നടന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു ഇത്. അത്ര രീതിയിൽ ശ്രദ്ധ നേടാതെ പോകുന്ന ഒരു ടൂർണമെന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഫിഫ ഇതിനെ വിപുലീകരിച്ച് വലിയൊരു രീതിയിൽ ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ 32 ടീമുകളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു നാഷണൽ ലെവലിൽ നോക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് എങ്ങനെ സംഘടിപ്പിക്കുന്നു, അതേപോലെ തന്നെ ക്ലബ്ബ് ലെവലിൽ ഒരു വേൾഡ് കപ്പ്, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പറയുമ്പം ക്ലബ്ബ് തലത്തിൽ ഏറ്റവും സ്വീകാര്യത ലഭിക്കേണ്ട ഒരു ടൂർണമെന്റ് ആയത്. കാരണം ഇതിനേക്കാൾ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ മുകളിൽ വരേണ്ട ഒരു ടൂർണമെന്റ് ഫുട്ബോളിൽ വേറെ ഇല്ല. എന്ന് വെച്ചാൽ എല്ലാ വൻകരയിൽ നിന്നും നിശ്ചിത ടീമിനെ പങ്കെടുപ്പിച്ച് ഒരു വേൾഡിലെ ഒരു ടീം ബെസ്റ്റ് ടീമായിട്ട് മാറുന്ന ഒരു ടൂർണമെന്റ് ആണിത്. പക്ഷെ യുഎഫ ചാമ്പ്യൻസ് ലീഗിനും മറ്റ് ലീഗുകൾക്കൊക്കെ ലഭിക്കുന്ന പിന്തുണയുടെ ഒരു അംശം പോലും ക്ലബ്ബ് വേൾഡ് കപ്പിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് സംശയമാണ്. ആളുകൾ വേണ്ട രീതിയിൽ ഫോളോ ചെയ്യാത്ത ഒരു ടൂർണമെന്റ് ആയിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് മാറുന്നു. ഫിഫ എന്തായാലും ഇതിനു വേണ്ടി നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന് പിഴയ്ക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ യുഎഫ ചാമ്പ്യൻസ് ലീഗിനെ പറ്റി പറഞ്ഞു. ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്ന ഒരു ക്ലബ്ബ് ലെവലിലുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഏറ്റവും പ്രധാന പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തുള്ള മികച്ച ക്ലബ്ബുകളുടെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ഭൂരിഭാഗം ക്ലബ്ബുകളും വരുന്നത് യൂറോപ്പ് തന്നെയാണ്. ഇപ്പം ഒരു ടോപ്പ് 20 ടീമുകളെ നമ്മൾ പരിശോധിക്കുക വേൾഡിലെ, ആ 20 ടീമും ചിലപ്പം യൂറോപ്പിലെ ടീമുകളായിരിക്കും. 30 എടുത്താൽ അതിലും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും വരിക. വളരെ ചുരുക്കം ചില ടീമുകൾ മാത്രമാണ് പുറത്തുനിന്ന് നമുക്ക് വരുന്നത് ഉള്ളത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നടക്കുന്ന ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് വരുന്നവർ എത്തുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വലിയ താരങ്ങൾ, ഇപ്പം നമ്മൾ സ്റ്റാർ വാല്യൂ ഉള്ള ലയണൽ മെസ്സി അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള താരങ്ങളൊക്കെ ഇങ്ങനൊരു ടൂർണമെന്റ് കളിച്ചാൽ നല്ല രീതിയിൽ ജനശ്രദ്ധ കിട്ടും എന്നുള്ള കാര്യം ഫിഫയ്ക്ക് അറിയാം. എന്തായാലും മെസ്സിയുടെ ടീം ഇന്റർ മിയാമി ക്വാളിഫൈ ആയി. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഫിഫ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അത് ഫിഫയുടെ പ്രസിഡന്റ് തന്നെ പറയുന്ന ഒരു സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റൊണാൾഡോ അൽ നസറിൽ കരാർ പുതുക്കാൻ തീരുമാനിച്ചതോടുകൂടി റൊണാൾഡോ പങ്കെടുത്തില്ല. ഒരുപക്ഷെ റൊണാൾഡോവും മെസ്സിയും ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ റൊണാൾഡോ വെസ് മെസ്സി എന്നുള്ളൊരു ബാറ്റിൽ കാണാന്നുള്ള രീതിയിൽ കുറെ കൂടി ആളുകൾ ഈ ടൂർണമെന്റ് കാണുമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇന്റർ മിയാമി എന്ന് പറയുന്നത് മറ്റ് ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ടീം എന്ന രീതിയിൽ അത്ര വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമല്ല. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ ആരാധകരും വലിയൊരു ആവേശത്തിലൊന്നും ഈ ടൂർണമെന്റ് എടുത്തില്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഒരു ഇവർ തമ്മിൽ റൊണാൾഡോ വെസ് മെസ്സി ബാറ്റിൽ ഇല്ലാതായി പോയതും ഈ ടൂർണമെന്റിന്റെ ജനപിന്തുണ കുറയ്ക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്ത് വലിയ ആരാധക പിന്തുണയുള്ള ചില ക്ലബ്ബുകളുണ്ട്. ഇപ്പൊ നമ്മൾ അതിൽ ചില ക്ലബ്ബുകൾ പറയുകയാണെങ്കിൽ ബാഴ്സലോണ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള ചില ക്ലബ്ബുകൾ. ആ ക്ലബ്ബുകളൊന്നും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ക്വാളിഫൈ ആയില്ല എന്നുള്ളത് ആളുകളുടെ ശ്രദ്ധ കുറയ്ക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ശരിയാണ്, നമുക്കറിയാം യുണൈറ്റഡ് ഇപ്പൊ അത്ര നല്ല നിലയിലൊന്നും അല്ല ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ലോകത്ത് ആരാധക പിന്തുണയിൽ ശക്തരായി നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. FC ബാഴ്സലോണ ഓൾറെഡി ഇപ്പൊ നല്ല ഫോം കളിക്കുന്ന ടീമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ അവരുടെ മോശം പ്രകടനമാണ് അവർക്ക് ഈ ഒരു ഇതിലേക്ക് ക്വാളിഫൈ ആവാണ്ടിരിക്കാൻ കാരണമായത്. അങ്ങനെ ആ 2 ടീമുകൾ ക്വാളിഫൈ ആയില്ല. അത് ഒരു പ്രധാന കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിനെ പറ്റി പറയുമ്പോൾ പല മത്സരങ്ങളും സ്റ്റേഡിയങ്ങളൊക്കെ എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. കളി കാണാൻ ആളുകൾ വരുന്നില്ല. അപ്പൊ ഈ ഒരു പ്രശ്നമൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് നടക്കുന്നത് USA വെച്ചിട്ടാണ്, അമേരിക്കയിൽ വെച്ചിട്ടാണ്. അവിടെ എന്ന് പറയുന്നത് ഫുട്ബോളിന് അത്ര വലിയ സ്വീകാര്യത ഉള്ള ഒരു ദേശമൊന്നുമല്ല അമേരിക്ക. അതുകൊണ്ട് തന്നെ ആളുകൾ അവർക്ക് വേണ്ട സെലക്റ്റഡ് ആയിട്ടുള്ള ചില മത്സരങ്ങൾ കാണുന്നതൊഴിച്ച് എല്ലാ മത്സരങ്ങളെയും ഒരേപോലെ സ്വീകരിക്കുകയൊന്നുമില്ല. അതൊരു പ്രധാന വിഷയം തന്നെയാണ് ആളുകൾ ക്ലബ്ബ് വേൾഡ് കപ്പ് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു നല്ലൊരു ആദ്യമായിട്ട് നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇത് ക്ലബ്ബ് വേൾഡ് കപ്പ് ഇങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ അത് നല്ല ഫുട്ബോളിന് നല്ല പിന്തുണയുള്ള ഒരു നാട്ടിൽ വെച്ച് നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ആളുകളൊക്കെ സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാവുമായിരുന്നു. അമേരിക്കയിൽ വെച്ച് നടന്നതുകൊണ്ട് അത് നടന്നില്ല എന്ന് തന്നെ വേണം പറയാൻ.
അപ്പം ഇങ്ങനെ പല ഫാക്ടറുകളും ഇതിന്റെ പിന്നിലുണ്ട്. എന്തായാലും കുറെ ഫുട്ബോളിന് ഒരുപാട് സ്നേഹിക്കുന്ന കുറെ ആളുകൾ ഈ മത്സരങ്ങളും വലിയ ആവേശത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. എന്തായാലും ക്വാർട്ടർ ഫൈനൽ വരെ എത്തി നിൽക്കുന്നു ഇപ്പം മത്സരങ്ങളൊക്കെ. ഇനി ആര് ജയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പം ആദ്യ സീസണിൽ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിലും വരുന്ന കാലങ്ങളിൽ അത് കൂടുതൽ മികവോടെ ഫിഫ നടത്തുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഒരുപക്ഷെ വലിയ ആവേശത്തോടു കൂടി, വലിയ സന്നാഹത്തോടു കൂടി ആളുകളെല്ലാം ആകർഷിക്കുന്ന രീതിയിൽ വരുന്ന കാലങ്ങളിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് നടത്താൻ സാധിക്കട്ടെ. ഇനിയുള്ള മത്സരങ്ങളും ആരാധകർക്ക് വലിയ ആവേശം നൽകട്ടെ എന്ന് മാത്രം പറയുന്നു. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.